Hello everyone. Class 12 Relations and Functions എന്നുള്ള ചാപ്റ്ററിലെ ഒരു കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: Students of a school are taken to a railway museum to learn about railways heritage and its history. An exhibit in the museum depicted many rail lines on the track near the railway station. Let L be the set of all rail lines on the railway track and R be the relation on L defined by capital R equal to the set of all L1 comma L2. L1 is parallel to L2. On the basis of the above information, answer the following questions. First one, find whether the relation R is symmetric or not. Second question, find whether the relation R is transitive or not. Third question, if one of the rail lines on the railway track is represented by the equation y equal to 3x plus 2, then find the set of rail lines in capital R related to it, or let S be the relation defined by S equal to the set of all ordered pair L1 comma L2. L1 is perpendicular to L2. Check whether the relation S is symmetric and transitive. Okay. അപ്പോൾ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ലെറ്റ് എൽ ബി ദ സെറ്റ് ഓഫ് ഓൾ റെയിൽ ലൈൻസ് ഓൺ ദ റെയിൽവേ ട്രാക്ക് ആൻഡ് ആർ ബി ദ relation on L defined by R equal to ordered pair L1 L2, L1 is parallel to L2. ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ L എന്നത് സെറ്റ് ഓഫ് ഓൾ റെയിൽ ലൈൻസിന്റെ കളക്ഷൻ ആണ് അല്ലെ. L എന്നത് റെയിൽ ലൈൻസിന്റെ കളക്ഷൻ ആണ്. ക്യാപിറ്റൽ R എന്ന് പറയുന്നത് അതിനകത്ത് ഡിഫൈൻ ചെയ്തേക്കുന്ന ഒരു റിലേഷൻ ആണ്. എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തേക്കുന്നത്? L1 is parallel to L2. L1 L2 എടുത്താൽ അത് പാരലൽ ആവുന്ന എല്ലാ ഓർഡേഡ് പേരുകളുടെ കളക്ഷൻ ആയിട്ടാണ് ക്യാപിറ്റൽ R ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ഫൈൻഡ് വെദർ ദ റിലേഷൻ ആർ ഇസ് സിമെട്രിക് ഓർ നോട്ട്. തന്നിരിക്കുന്ന റിലേഷൻ എന്തായിരുന്നു? ക്യാപിറ്റൽ ആർ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ L1 കോമ L2 സച്ച് ദാറ്റ് L1 ഈസ് പാരലൽ ടു L2. പാരലൽ ടു L2. L1ഉം L2ഉം പാരലൽ ആവുന്ന എല്ലാ കേസുകളിലുള്ള ഓർഡേഡ് പേരുകളുടെ കളക്ഷനാണ് ക്യാപിറ്റൽ ആർ എന്ന് പറയുന്നത്. ഇനി ക്യാപിറ്റൽ ആർ സിമെട്രിക് ആണോ എന്ന് നോക്കണം. സിമെട്രിക് ആവാനുള്ള കണ്ടീഷൻ എന്തായിരുന്നു? ഒരു റിലേഷൻ സിമെട്രിക് ആവണമെങ്കിൽ എ റിലേറ്റഡ് ടു ബി ആണെങ്കിൽ അതിന്റെ സിമെട്രിക് ആണ് എങ്ങനെയാണ് പ്രൂവ് ചെയ്യുന്നത്? ദാറ്റ് ഷുഡ് ഇംപ്ലൈ ബി റിലേറ്റഡ് ടു എ ആയിരിക്കണം അല്ലേ. അതാണ് സിമെട്രിക്കിന്റെ കണ്ടീഷൻ. എ റിലേറ്റഡ് ടു ബി ആണെങ്കിൽ തിരിച്ച് ബി റിലേറ്റഡ് ടു എ ആയിരിക്കണം. സിമെട്രിക്കിന്റെ കണ്ടീഷൻ എന്താണ്? സോ നമ്മളിവിടെ പാരലൽ ലൈൻസിന്റെ കേസാണ് എടുക്കുന്നത്. ലൈൻസിന്റെ കേസാണ് ഇവിടെ എടുക്കുന്നത്. സോ L1 ഈസ് പാരലൽ ടു L2 ആണെങ്കിൽ തിരിച്ച് L2 ഈസ് പാരലൽ ടു L1 ആയിരിക്കണം. ശരിയല്ലേ? നമ്മൾ രണ്ട് ലൈൻസ് L1 എന്നുള്ള ലൈൻ എടുത്തു, വേറൊരു ലൈൻ L2 എടുത്തു. ഇത് രണ്ടും പാരലൽ ആണ് എങ്കിൽ നമുക്ക് തിരിച്ചു പറയാൻ പറ്റില്ലേ? L2 ഈസ് പാരലൽ ടു L1 എന്ന് പറയാൻ പറ്റും അല്ലേ. സോ സിമെട്രിക്കിന്റെ കണ്ടീഷൻ അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഗിവൺ റിലേഷൻ ഈസ് സിമെട്രിക്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ എങ്ങനെ എഴുതണം? ക്യാപിറ്റൽ ആർ എന്ന് പറയുന്നതാണ്. സിൻസ് L1 ഈസ് പാരലൽ ടു L2, ദാറ്റ് ഷുഡ് ഇംപ്ലൈ L2 ഈസ് പാരലൽ ടു L1. Therefore, given relation is symmetric. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ സിമെട്രിക് ആണെന്ന് കിട്ടി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞത്? ഫൈൻഡ് വെദർ ദ റിലേഷൻ ആർ ഇസ് ട്രാൻസിറ്റീവ് ഓർ നോട്ട്. ട്രാൻസിറ്റീവ് ആണോ അല്ലയോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യാൻ പറ്റും? ട്രാൻസിറ്റീവ് ആവണമെങ്കിൽ നമ്മുടെ കണ്ടീഷൻ എന്തായിരുന്നു? നമ്മൾ രണ്ട് ലൈൻസ് L1 L2 അതുപോലെ തന്നെ നമ്മൾ മൂന്ന് ലൈൻസ് എടുക്കുക. L1 L2 L3 മൂന്ന് ലൈൻസ് എടുക്കുക. നമ്മുടെ കണ്ടീഷൻ എന്തായിരുന്നു? ട്രാൻസിറ്റിവിറ്റിയുടെ കണ്ടീഷൻ എന്താണ്? എ റിലേറ്റഡ് ടു ബി, ബി റിലേറ്റഡ് ടു സി ആണെങ്കിൽ എ റിലേറ്റഡ് ടു ബി ദെൻ ബി റിലേറ്റഡ് ടു സി ആണെങ്കിൽ ദാറ്റ് ഷുഡ് ഇംപ്ലൈ എ റിലേറ്റഡ് ടു സി ആയിരിക്കണം. ഇതാണ് ട്രാൻസിറ്റിവിറ്റിയുടെ കണ്ടീഷൻ അല്ലേ. അപ്പോൾ നമ്മൾ മൂന്ന് ലൈൻസ് കൺസിഡർ ചെയ്യാണ്. L1 L2 L3 മൂന്ന് ലൈൻസ് കൺസിഡർ ചെയ്യാണ്. L1 ഈസ് പാരലൽ ടു L2 ആൻഡ് ഓൾസോ L2 ഈസ് പാരലൽ ടു L3. എങ്ങനെയെങ്കിൽ that should imply L1 is parallel to L3. ശരിയല്ലേ? L1 L2 പാരലൽ ആണ്. L2 L3 പാരലൽ ആവുന്ന രീതിയിലാണ് നമ്മൾ എടുത്തേക്കുന്ന ലൈൻസ്. അങ്ങനെയെങ്കിൽ L1ഉം L3യും തമ്മിൽ പാരലൽ ആയിരിക്കും. അപ്പോൾ ട്രാൻസിറ്റീവ് ആണ് അല്ലേ. സോ സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് എങ്ങനെ എഴുതാം? സിൻസ് L1 ഈസ് പാരലൽ ടു L2 ആൻഡ് L2 ഈസ് പാരലൽ ടു L3, ദാറ്റ് ഇംപ്ലൈസ് L1 ഈസ് പാരലൽ ടു L3. ഓക്കെ. So given relation is transitive. ഇത് ട്രൂ ആണ് അല്ലേ. ഏത് പാരലൽ ലൈൻസ് എടുത്താലും അത് അങ്ങോട്ടും ഇങ്ങോട്ടും പാരലൽ ആയിട്ട് കിട്ടും അല്ലേ. അതുകൊണ്ട് നമുക്കിത് ട്രാൻസിറ്റിവിറ്റി കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെന്ന് പറയാം.
ഇനി മൂന്നാമത്തെ ക്വസ്റ്റൻ എന്താ? ഇഫ് വൺ ഓഫ് ദ റെയിൽ ലൈൻസ് ഓൺ ദ റെയിൽവേ ട്രാക്ക് ഈസ് റെപ്രസെന്റഡ് ബൈ ദ ഇക്വേഷൻ y ഈക്വൽ ടു 3x plus 2, then find the set of rail lines in capital R related to it. If one of the rail lines on the railway track is represented by the equation y equal to 3x plus 2. അതായത് നമ്മൾ റെയിൽ ലൈൻസിന്റെ കളക്ഷൻ ആയിട്ടാണ് ക്യാപിറ്റൽ എൽ എന്ന് പറഞ്ഞ എടുത്തിരിക്കുന്നത്. അതിൽ ഒരു ലൈൻ എന്ന് പറയുന്നത് y ഈക്വൽ ടു 3x plus 2 ആണെങ്കിൽ ക്യാപിറ്റൽ ആറുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന സെറ്റ് ഓഫ് റെയിൽ ലൈൻസ് എഴുതാനാണ്. ക്യാപിറ്റൽ ആർ അങ്ങനെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. L1 L2 സച്ച് ദാറ്റ് L1 ഈസ് പാരലൽ ടു L2. L1 L2 പാരലൽ ആയിട്ട് വരയ്ക്കാവുന്ന എല്ലാ കളക്ഷൻസും ഏതിൽ വരും? ക്യാപിറ്റൽ ആറിൽ വരും. അപ്പോൾ ഒരു ലൈൻ y ഈക്വൽ ടു 3x plus 2 ആണെങ്കിൽ അതിന് പാരലൽ ആയിട്ട് വരയ്ക്കാവുന്ന എല്ലാ ലൈൻസും ഏതിൽ വരും? ക്യാപിറ്റൽ ആറിൽ വരും. അപ്പോൾ അതിന്റെ മീനിങ് എന്താ? ഈ ലൈനിന്, അതായത് ഈ പറഞ്ഞേക്കുന്ന പർട്ടിക്കുലർ ലൈന് പാരലൽ ആയിട്ട് വരയ്ക്കാവുന്ന എല്ലാ ലൈൻസും ക്യാപിറ്റൽ ആറിൽ എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന y ഈക്വൽ ടു 3x plus 2 എന്ന് പറയുന്ന ലൈനിന്റെ സ്ലോപ്പ് എന്താണ്? y ഈക്വൽ ടു mx plus c എന്നുള്ള ഇക്വേഷൻ ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കുവാണെങ്കിൽ ഇതിന്റെ സ്ലോപ്പ് എന്ത് വരും? ഇതിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് 3 ആയിട്ട് വരും. mx plus c അല്ലേ, എമ്മിന്റെ പ്ലേസിൽ 3 ആണ് വന്നിരിക്കുന്നത്. സോ ഇതിന്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ 3 ആയിരിക്കും. അപ്പൊ ഈ ലൈന് പാരലൽ ആയിട്ട് വരയ്ക്കുന്ന എല്ലാ ലൈൻസിന്റെയും സ്ലോപ്സ് എന്ത് തന്നെയായിരിക്കും? 3 തന്നെയായിരിക്കും. അതായത് നമുക്ക് ഒരു ലൈൻ വരച്ചാൽ അതിന് പാരലൽ ആയിട്ട് വരയ്ക്കുന്ന എല്ലാ ലൈൻസിന്റെ സ്ലോപ്സ് എങ്ങനെയായിരിക്കും? സെയിം തന്നെയായിരിക്കും. അപ്പൊ 3 എന്നുള്ള സ്ലോപ്പ് വരാവുന്ന രീതിയിലുള്ള എല്ലാ ലൈൻസും വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിന് പാരലൽ, ഈ ലൈനിന് പാരലൽ ആയിട്ട് വരയ്ക്കാവുന്ന ലൈൻസ് ആയിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റും. അപ്പോൾ y ഈക്വൽ ടു 3x plus 2 എന്ന് പറയുന്ന ലൈനിന് പാരലൽ ആയിട്ട് വരയ്ക്കുന്ന ലൈൻസിന്റെ എല്ലാം സ്ലോപ്സ് എന്ത് തന്നെയായിരിക്കും? സെയിം തന്നെയാണ്, 3 തന്നെയായിരിക്കും വരിക. അപ്പോൾ നമുക്ക് അതിന് ജനറൽ ആയിട്ട് എങ്ങനെ എഴുതാൻ പറ്റും? y ഈക്വൽ ടു 3x ഈസ് കോൺസ്റ്റന്റ് വാല്യൂ മാത്രം വ്യത്യാസപ്പെടുത്തി കൊടുക്കുക. ഈ കോൺസ്റ്റന്റ് വാല്യൂ മാറുന്നതനുസരിച്ച് ലൈനിന്റെ പൊസിഷൻ മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, പക്ഷെ അതിന്റെ സ്ലോപ്പ് മാറുന്നില്ല. y ഈക്വൽ ടു 3x എന്ന് തന്നെയായിരിക്കും ഇത് വരിക. പക്ഷെ ഈ കോൺസ്റ്റന്റ് വാല്യൂ മാറിക്കൊണ്ടിരിക്കും. സി എന്നോ അല്ലെങ്കിൽ ലാംഡാന്നോ എന്തെങ്കിലും നമുക്ക് കൊടുക്കാം. ഒരു റിയൽ നമ്പർ ആയിരിക്കും അത്. ആ ലാംഡ അല്ലെങ്കിൽ സി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു റിയൽ നമ്പർ ആയിരിക്കും. അപ്പൊ അതിനെ എങ്ങനെ തേർഡ് ആൻസർ ആയിട്ട് എഴുതാൻ പറ്റും? ഗിവൺ ഇക്വേഷൻ ഈസ് y ഈക്വൽ ടു 3x plus 2. തന്നിരിക്കുന്ന ഇക്വേഷൻ 3x plus 2 ആണ്. സ്ലോപ്പ് ഓഫ് ദിസ് ലൈൻ ഈസ് ലൈൻ ഈക്വൽ ടു 3 ആണ്. എങ്ങനെ കിട്ടിയത്? y ഈക്വൽ ടു mx plus c എന്നുള്ള ഇക്വേഷനായിട്ട് കമ്പയർ ചെയ്ത് നോക്കും. അപ്പോൾ എക്സിന്റെ കോഎഫിഷ്യന്റ് ആണ് m, ഇവിടെ എക്സിന്റെ കോഎഫിഷ്യന്റ് 3 ആണ്. സോ സ്ലോപ്പ് ഓഫ് ദിസ് ലൈൻ എന്നുള്ളത് 3 കിട്ടും. അപ്പൊ ഈ സ്ട്രെയിറ്റ് ലൈന് പാരലൽ ആയിട്ട് വരയ്ക്കുന്ന എല്ലാ ലൈൻസിന്റെ സ്ലോപ്പ് എന്ത് തന്നെയായിരിക്കും? 3 തന്നെയായിരിക്കും. കാരണം സ്ലോപ്പ്, ഒരു ലൈൻ വരച്ചാൽ അതിന് പാരലൽ ആയിട്ട് വരയ്ക്കുന്ന എല്ലാ ലൈൻസിന്റെ സ്ലോപ്പ് എന്ത് തന്നെയാണ്? സെയിം തന്നെയായിരിക്കും. സോ സ്ലോപ്പ് ഓഫ് പാരലൽ ലൈൻസ് ആർ സെയിം അല്ലേ? ഐഡിയ ആണ് യൂസ് ചെയ്യുന്നത്. സ്ലോപ്പ് ഓഫ് പാരലൽ ലൈൻസ് ആർ സെയിം. പാരലൽ ലൈൻസിന്റെ സ്ലോപ്സ് എങ്ങനെയായിരിക്കും? സെയിം ആയിരിക്കും. അപ്പൊ ഈ y ഈക്വൽ ടു 3x plus 2 എന്ന് പറയുന്ന ലൈനിന് പാരലൽ ആയിട്ട് വരയ്ക്കുന്ന എല്ലാ ലൈൻസിന്റെയും സ്ലോപ്സ് സെയിം തന്നെയായിരിക്കും. ദാറ്റ് മീൻസ് നമുക്ക് ജനറൽ ആയിട്ട് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? സോ ഇക്വേഷൻ ഓഫ് ദ സെറ്റ് ഓഫ് ഓൾ rail lines related to capital R, rail lines related to capital R is y equal to 3x plus some lambda, അല്ലെങ്കിൽ c എന്നോ കൊടുക്കാം, ഏത് വേണേ കൊടുക്കാം. ലാംഡ is the element of R. ഓക്കെ, നമ്മുടെ ആൻസർ എന്തായിരിക്കും? y equal to 3x plus lambda. അപ്പോൾ ഈ ലാംഡ മാറുന്നതനുസരിച്ച് സ്ട്രെയിറ്റ് ലൈനിന്റെ പൊസിഷൻ മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, ഒരു പർട്ടിക്കുലർ കേസിൽ 3x plus 2 ആണ്. ഈ 2 എന്ന് പറയുന്നത് മാറുന്നതനുസരിച്ച് ലൈൻസ് മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, ഇതിന്റെ സ്ലോപ്പ് സെയിം തന്നെയായിരിക്കും ചെയ്യും. അങ്ങനെ തേർഡ് ഇക്വേഷൻ, ഇതാണ് തേർഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. തേർഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇതാണ്. Then third or question നോക്കി. Let S be the relation defined by S equal to L1 L2. L1 is perpendicular to L2. Check whether the relation is symmetric and transitive. രണ്ടാമതൊരു സെറ്റ് ഡിഫൈൻ ചെയ്തേക്കുവാണ്, ക്യാപിറ്റൽ എസ്. ആ എസ് എങ്ങനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? സെറ്റ് ഓഫ് ഓൾ ഓർഡേഡ് പെയർ L1, L2. L1 is perpendicular to L2. രണ്ട് ലൈൻസ് എടുത്താൽ അവ തമ്മിൽ പെർപെൻഡിക്കുലർ ആയിരിക്കും. അങ്ങനെ പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന L1, L2കളുടെ ഇങ്ങനെ ഓർഡേഡ് പെയറുകളായിട്ട് എഴുതിയാൽ അങ്ങനെ കിട്ടുന്ന സെറ്റിനെയാണ് ക്യാപിറ്റൽ എസ് എന്ന് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. ചെക്ക് ചെയ്യേണ്ട എന്താണ്? ഈ എസ് എന്ന് പറയുന്നത് സിമെട്രിക് ആയിരിക്കും
അതുപോലെ ട്രാൻസിറ്റീവ് ആയിരിക്കും. ഇത് രണ്ടുമാണ് ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ സിമെട്രിക് ആണോ എന്ന് ആദ്യം ചെക്ക് ചെയ്യണം അല്ലേ. സിമെട്രിക് ആണോ എന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് രണ്ട് ലൈൻസ് കൺസിഡർ ചെയ്യാം. രണ്ട് ലൈൻസ് എങ്ങനെയായിരിക്കണം? രണ്ടും പെർപെൻഡിക്കുലർ ആയിരിക്കണം. L1 ഈസ് പെർപെൻഡിക്കുലർ ടു L2. രണ്ട് ലൈൻസ് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈൻസ് എടുത്തു. രണ്ട് ലൈൻസ് ഞാനിപ്പോൾ ഒരു ലൈൻ ഇങ്ങനെ വരച്ചു, ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് വേറൊരു ലൈൻ വരച്ചു. ഓക്കെ, അപ്പോൾ ഇത് L1 ഇത് L2 ആയിട്ടിരിക്കട്ടെ. അപ്പോൾ L1 ഈസ് പെർപെൻഡിക്കുലർ ടു L2. സിമെട്രിക് ആവണമെങ്കിൽ എന്തായിരിക്കണം കണ്ടീഷൻ? തിരിച്ച് L2 L1 പെർപെൻഡിക്കുലർ ആയിരിക്കും. ശരിയല്ലേ? L1 L2 പെർപെൻഡിക്കുലർ ആണെന്ന് പറഞ്ഞാലും തിരിച്ച് L2 L1 പെർപെൻഡിക്കുലർ ആണെന്ന് പറഞ്ഞാലും കറക്റ്റ് അല്ലേ? കാരണം ഇവിടെ മേക്ക് ചെയ്യുന്ന ആംഗിൾ 90 ഡിഗ്രി ആയാൽ മതി പെർപെൻഡിക്കുലാരിറ്റിക്ക്. അപ്പോൾ L1 പെർപെൻഡിക്കുലർ ടു L2 ദാറ്റ് ഇംപ്ലൈസ് L2 പെർപെൻഡിക്കുലർ ടു L1. കറക്റ്റ് ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ക്യാപിറ്റൽ S ഈസ് therefore S ഈക്വൽ ടു ദ സെറ്റ് ഓഫ് ഓൾ ഓർഡേഡ് പെയർ L1, L2, L1 ഈസ് പെർപെൻഡിക്കുലർ ടു L2 ഈസ് സിമെട്രിക്, ഈസ് എ സിമെട്രിക് റിലേഷൻ, ഈസ് എ സിമെട്രിക് റിലേഷൻ. ഇതൊരു സിമെട്രിക് ആണ് അല്ലെങ്കിൽ സിമെട്രിക് റിലേഷൻ ആണെന്ന് കിട്ടി. രണ്ടാമത് ചോദിച്ചാൽ എന്താണ്? ട്രാൻസിറ്റീവ് ആണെന്ന്. ഇതുപോലെ തന്നെ ട്രാൻസിറ്റിവിറ്റി ചെക്ക് ചെയ്യാം. നമുക്ക് L1 L2 ഉണ്ട് പെർപെൻഡിക്കുലർ ആയിട്ട് ലൈൻസ് എടുത്തു. മൂന്നാമത്തെ ലൈൻ എങ്ങനെ എടുക്കണം? L2 പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കുന്ന ഒരു ലൈൻ വേണം എടുക്കാൻ. L1 L2 പെർപെൻഡിക്കുലർ ആണ്. L2 L3 തമ്മിൽ പെർപെൻഡിക്കുലർ ആണ്. ഓക്കെ, L3 എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ L1 L2 തമ്മിൽ പെർപെൻഡിക്കുലർ ആണ്, L2 L3 തമ്മിലും പെർപെൻഡിക്കുലർ ആണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ ട്രാൻസിറ്റിവിറ്റിയുടെ കണ്ടീഷൻ എന്തായിരുന്നു? L1 L3 തമ്മിൽ പെർപെൻഡിക്കുലർ ആയിരിക്കണം. നിങ്ങൾ ഇവിടെ നോക്കി, L1 എന്നത് ഈ ലൈനാണ്, L2 എന്ന് പറയുന്ന ഈ ലൈനാണ്, L3 എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആവുന്നുണ്ടോ നോക്കി. L1 L3 തമ്മിൽ ഒരിക്കലും പെർപെൻഡിക്കുലർ ആവുന്നില്ല, അവ പാരലൽ ആയിരിക്കും അല്ലേ. അപ്പോൾ നമ്മുടെ ട്രാൻസിറ്റിവിറ്റിയുടെ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് അല്ല. അതുകൊണ്ട് തന്നിരിക്കുന്ന S എന്ന് പറയുന്ന സെറ്റ് എന്തല്ല? ട്രാൻസിറ്റീവ് അല്ല. സോ എങ്ങനെ എഴുതണം കണ്ടീഷൻ? ട്രാൻസിറ്റീവിന്റെ കണ്ടീഷൻ എങ്ങനെ എഴുതണം? ട്രാൻസിറ്റിവിറ്റി അല്ലെങ്കിൽ ട്രാൻസിറ്റീവ് എന്ന് പറഞ്ഞിട്ട് ലെറ്റ് L1 is perpendicular to L2 and L2 is perpendicular to L3. That doesn't implies L1 perpendicular to L3. ഇത് രണ്ടും ഇംപ്ലൈ ചെയ്യുന്നില്ല. Therefore S equal to set of all ordered pair L1, L2. L1 perpendicular to L2 is not a transitive relation. Is not transitive. Is not transitive. Okay. അപ്പോൾ ട്രാൻസിറ്റീവ് അല്ല എന്ന് കിട്ടി. പക്ഷെ സിമെട്രിക് ആണ്, പക്ഷെ ട്രാൻസിറ്റീവ് അല്ല. ഓക്കെ.